തൻ്റെ സ്വത്തെല്ലാം തൻ്റെ ഭാഗം വാങ്ങി കൂട്ടുകാരുമൊത്ത് ദൂത്തലിച്ച ദൂത്തപുത്രൻ അവസാനം ചെന്നപ്പെട്ടു പന്നിക്കുഴിയിൽ. പന്നിക്കുള്ള വില പോലും ഉണ്ടായില്ല. അപ്പനിൽ നിന്ന് അകന്നു പോയപ്പോൾ പന്നി തിന്നുന്ന തമിഴ് പോലും കിട്ടിയില്ല. പന്നി തിന്നുന്ന തമിഴ് പോലും ആ മകന് കിട്ടിയില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ എഴുന്നേറ്റു പന്നിക്കുഴിയിൽ നിന്ന് അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെന്ന് അപ്പനോട് പറഞ്ഞു, അപ്പ മോനെന്ന് വിളിക്കുന്ന ദാസനാക്കണേ, ഒരു വേലക്കാരനാക്കിയാൽ മതി. അപ്പനാകട്ടെ തൻ്റെ മകനെ പുത്രസ്ഥാനത്തേക്ക് വീണ്ടും ഉയർത്തി പുതിയ വസ്ത്രം ധരിപ്പിച്ചു, കാലിൽ ചെരുപ്പണിയിച്ചു, മോതിരമണിയിച്ചു. കൊടുത്തതിനെ നോക്കി കൊന്നു. എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതാ തിരിച്ചു വന്നിരിക്കുന്നു. മക്കളെ, നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മളും പിശാചിൽ നിന്ന് മോചനം നേടുമ്പോൾ, കർത്താവിനോട് സോറി പറയുമ്പോൾ, ഞാൻ മടങ്ങി വരാമെന്ന് പറയുമ്പോൾ തന്നെ ആ പിതാവ് സന്തോഷിക്കും. ലൂക്കാസ് സുവിശേഷകൻ എഴുതി വെച്ച 15:7 അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ എന്നതിനേക്കാൾ അനുദപിക്കുന്ന പാപിയെ കുറിച്ച്